അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ സദ്യേൻ്റെ കൂടി അല്ലാതെയെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പ് പായസം അല്ലെങ്കിൽ പ്രഥമൻ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒന്ന് പരിപ്പ് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു ഗോൾഡൻ കളർ വരുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കാം. ചെറുപയർ പരിപ്പ് വറുത്തായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഫുൾ തീയിലും പിന്നെ ചെറിയ തീയിലുമാണ് വേവിക്കേണ്ടത്. മൂന്ന് വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തണിയുമ്പോഴേക്ക് പായസത്തിന് വേണ്ടുന്ന വെള്ളം കുറുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പൊടിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ഇട്ടാൽ കണക്കായ മധുരമായിരിക്കും. മധുരം കൂടുതലോ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിൽ നല്ലപോലെ അലിഞ്ഞു വന്ന് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില വെള്ളം നല്ല ഉപ്പുള്ളതായിരിക്കും, നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തേങ്ങൻ്റെ പാലാണ് എടുക്കുന്നതെങ്കിൽ ഒരു വലിയ തേങ്ങൻ്റെ പാൽ എടുത്തിട്ട് അതിൽ 2-ാം പാലും 3-ാം പാലും ചെറുപയർ വേവിക്കുക. ശേഷം ഇതുപോലെ വെന്തതിന് ശേഷം അവസാനം ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ച് ബ്രൗൺ ആയതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക.
അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ്. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ പായസം റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.